നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് ചക്കക്കുരു കിടന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത് തോരൻ വെക്കാം. എന്നും മെഴുക്ക് വരട്ടുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചിരണ്ടി കഴുകിയെല്ലാം അടപ്പത്ത് കൊണ്ട് വെച്ചിട്ട് തേങ്ങ തിരുമ്മി ഇനി ചതച്ചിടണം. അപ്പോൾ തേങ്ങ തിരുമ്മിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ ചക്കക്കുരു എല്ലാം ഒന്ന് തിളച്ച് വന്നു. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടി എല്ലാം ഇളക്കി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചു. പിന്നെ ഞാൻ ബാക്കി തേങ്ങ കൂടി തിരുമ്മിക്കൊണ്ട് വന്നു. എന്നിട്ട് നമ്മൾ ചതച്ചിടാനായിട്ട് മിക്സിയുടെ ജാറിലെല്ലാം ഇട്ട് കൊടുത്തു. എന്നിട്ട് ചതച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചക്കക്കുരു എല്ലാം വെന്ത് റെഡിയായിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങ ചതച്ചത് ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി എല്ലാം എടുത്തു. ഇനി ഇതിന് കടുക് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചീനിച്ചട്ടി അടപ്പത്ത് വെച്ചു. കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുക് വറുക്കേണ്ട സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. അങ്ങനെ കടുകൊക്കെ വറുത്ത് റെഡിയായി. അതിലേക്ക് തന്നെ നമ്മുടെ ചക്കക്കുരു ഇട്ട് കൊടുത്തു. അങ്ങനെ നല്ല പോലെ എല്ലാം ഇളക്കിയെടുത്തു. നമ്മുടെ തോരൻ എങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ അങ്ങ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പുട്ടും ഗ്രീൻ ബീൻസ് കറിയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കറി അങ്ങ് റെഡിയാക്കി. പിന്നെ പുട്ടടപ്പത്ത് വെച്ചു. പുട്ടെല്ലാം ആവി വന്നു. അങ്ങനെ ഞാൻ വെന്ത പുട്ട് ഒരു പ്ലേറ്റിലേക്ക് കുത്തിയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ചൂടോടെ പുട്ടും കറിയും കൂടി അങ്ങ് കഴിക്കാമെന്ന്. അങ്ങനെ പ്ലേറ്റിലെല്ലാം വിളമ്പി വെച്ചു. അപ്പോൾ കഴിക്കാൻ പോകും.